പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ എല്ലാ ശക്തിയും ആർജിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങളുമൊക്കെ കഴിഞ്ഞ ശേഷം നാളെ രാവിലെ പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ ജനപ്രതിനിധിയെ കണ്ടെത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ 3 സ്ഥാനാർത്ഥികൾ അവിടെ പ്രമുഖരായി 3 മുന്നണിയുടെയും മത്സരിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി വർഗീയത എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ വർഗീയതയാണ് ബിജെപിയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗായത്രി നമസ്തേ. അപ്പോ ഇത്രയും കാലത്തെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം പരിശോധിച്ചാൽ ഏറ്റവും വർഗീയപരമായി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിലും ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കാൻ കഴിയുമോ എന്നും നോക്കിയ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഇടതും വലതും മുന്നണികളും ഒന്നിനൊന്നും മെച്ചമായി തന്നെ നിലകൊള്ളുന്നു എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണാനുള്ളത്. കഴിഞ്ഞ ദിവസം അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായി പറയാനുള്ളത് ഇതുവരെ നടന്ന വാദപ്രതിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആ വാദപ്രതിവാദങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതും ഏറ്റവും കൂടുതൽ വർഗീയമായി ചിന്തിപ്പിക്കുന്നതുമായ ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പത്രപരസ്യ വിവാദവും ഒപ്പം പാണക്കാട്ടെ സന്ദീപ് വാര്യരുടെ പോക്കും. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്നാണ് മുനമ്പത്തേക്കുള്ള ഇന്നലത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ യാത്രയുമൊക്കെ. 40 ദിവസം വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് പ്രശ്നമുണ്ടായി, ഒരു പ്രശ്നം തുടങ്ങി, അവിടെ ഒരു സമരം തുടങ്ങി. 40ാമത്തെ ദിവസം തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പേ ഒരിക്കലും ഇടപെടാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ അതിൽ തീരുമാനമുണ്ടാക്കാൻ ഒരിക്കലും മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിനോ ഒന്നും തന്നെ കൃത്യമായ ഒരു രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയില്ല. അത് പരിഹരിക്കണമെങ്കിൽ നിയമനിർമ്മാണം തന്നെയാണ് ആവശ്യമായുള്ളത്. ആ നിയമനിർമ്മാണത്തിലേക്ക് അമിത്ഷാ അടക്കമുള്ളവർ കൃത്യമായി നിയമം നിർമ്മിക്കും. അതായത് യുപിയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു നിയമം, അത് ഏറ്റവും ഭരണഘടനയ്ക്ക് മുകളിലായി പോലും ചിന്തിക്കേണ്ട തരത്തിലേക്കുള്ള ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളെ ആ വോട്ടിന് വേണ്ടി മാത്രം ജനങ്ങളെ പ്രീണിപ്പിക്കാൻ നടത്തിയ ഒരു ശ്രമം, ആ ശ്രമം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു വിഭാഗക്കാർ മാത്രമല്ല. ആദ്യഘട്ടത്തിൽ വഖഫ് എന്ന് കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ വഖഫ് എന്ന വാക്ക് ഉച്ചരിച്ച് കേൾക്കുമ്പോൾ തന്നെ അത് മുസ്ലിം വിഭാഗത്തിനെതിരാണെന്നും അത് വർഗീയത വളർത്താനാണെന്നും പറഞ്ഞു പരത്താനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. ഇന്നലെയും നമ്മൾ അവസാന ഘട്ടത്തിലും കാണുന്നത് അത് തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ മുനമ്പത്തേക്ക് എത്തി അവിടെ വർഗീയത വളർത്താൻ ബിജെപി അനുവദിക്കില്ല എന്ന പ്രസ്താവനയുമായി ആണ് വന്നത്. നമുക്കിപ്പോ ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നോക്കിയാൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ഒരു പ്രശ്നമാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. ആ പ്രശ്നത്തിൽ ഒരു വിഭാഗക്കാർ മാത്രമോ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ, ഈ 3 വിഭാഗക്കാർക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഇപ്പൊ മുനമ്പത്ത് ക്രിസ്ത്യാനികളാണെങ്കിൽ ചാവക്കാട് അനുഭവിക്കേണ്ടി വരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചാണ്. അതുപോലെ തന്നെ വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് ഒരു വിഭാഗത്തിന് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം പെരുവഴിയിലാക്കുന്ന ഒരു നിയമ ഭേദഗതി ആയിരുന്നില്ല. എല്ലാ തരം വിഭാഗക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നിയമം, ആ നിയമവുമായി ബന്ധപ്പെട്ട് ആ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിയമനിർമ്മാണം വീണ്ടും നടത്തി. അത് കൃത്യമായ രീതിയിൽ അതിന്റെ നിയമം നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇനി ഈ വിഷയങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇന്നലെ മുനമ്പത്തേക്ക് എല്ലാവരും കൂടി പോയത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് ഇത്തവണത്തെ പ്രത്യേകത 3 സ്ഥാനാർത്ഥികളും ഹിന്ദുക്കളാണ് എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ അവിടെ ഷാഫി ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഷാഫിക്ക് ഒരുമിച്ച് വോട്ട് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ആ വോട്ടിന് വേണ്ടിയുള്ള വിലപേശൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ആ വിലപേശൽ ഉണ്ടാകാത്തതുകൊണ്ട് ഇത്തവണ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് എങ്ങനെങ്കിലും വിലപേശി വാങ്ങിച്ച് ഇടതുപക്ഷം വിജയിക്കും എന്ന ഒരു കാൽക്കുലേഷൻ ഇടതുപക്ഷത്തിനുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാതെ പോകുന്ന വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായി, ഞാൻ ചോദിക്കട്ടെ, ബിജെപിയുടെ നിലപാട് അന്നും ഇന്നും ഒരേ നിലപാടുമായി മുമ്പോട്ട് പോകുന്നവരാണ് ബിജെപിക്കാർ. അവരെവിടെയെങ്കിലും ഇത്തരത്തിൽ വ്യാജമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ബിജെപി നിങ്ങൾ ആക്രമിക്കാൻ പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രീണനവുമില്ലാതെ അന്നും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ബിജെപി അവരുടെ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കൂ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ തന്നെ പാണക്കാടേക്ക് പോകുന്നു.
ആ പാണക്കാടേക്ക് പോയത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന തോന്നലുണ്ടായപ്പോഴാണ് മുനമ്പത്തേക്കും അതുപോലെ തന്നെ മുനമ്പത്തേക്കുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ യാത്ര, ഇത് രണ്ടും CPM മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് രണ്ട് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ മാത്രം 2 പത്രങ്ങളിൽ, അത്തരത്തിലുള്ള 2 പത്രങ്ങളിൽ പത്രപരസ്യം കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് എന്നത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ചർച്ച ചെയ്യേണ്ട വികസന വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഷാഫിക്ക് വലിയ ഗുണമുള്ള അല്ലെങ്കിൽ ഷാഫി ഗുണമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൂട്ടുകയും പാണക്കാടേക്ക് എത്തിക്കുകയും ചെയ്തത്. കാലഘട്ടം മാറുന്നതനുസരിച്ച് ഷാഫിക്ക് തന്നെ അറിയാം, ഷാഫി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും എത്താൻ ഷാഫിക്ക് സാധിക്കും. അതുപോലെയുള്ള ജനസംഖ്യയും അതുപോലെ ഈ മുസ്ലിം ലീഗുമായൊക്കെ അടുത്തു നിൽക്കുന്ന ഒരു നിലപാടെടുത്താൽ ഷാഫിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഷാഫിക്ക് യാതൊരു സംശയവുമില്ല. അതിനുള്ള കളികളാണ് ഷാഫി കളിക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും നമുക്കില്ല. ഇവിടെ നോക്കൂ, ഷാഫി പാലക്കാടെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാടുള്ള അഗ്രഹാരത്തിലെ ജനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യകാലം മുതൽ ഷാഫി അവിടെ മത്സരിക്കുന്ന കാലഘട്ടം മുതൽ ഷാഫിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവിടെയുള്ള എല്ലാവരും. ഷാഫി അത്തരത്തിലുള്ള, ഷാഫിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ അത്രയും വ്യാജനല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഷാഫി മുസ്ലിം മതവിശ്വാസിയാണെങ്കിലും ഷാഫിയുടെ മുസ്ലിം മതവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി മറ്റുള്ള മതവിശ്വാസങ്ങളെ കൂടി കണക്കിലെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റുള്ള ഒരു വിശ്വാസി, അത് ഏത് വിശ്വാസിയാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും, നല്ലൊരു വിശ്വാസിക്ക് അവനവന്റെ മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസിക്ക് മറ്റുള്ള മതവിശ്വാസങ്ങളെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യാജനെ ഷാഫിയുടെ ബിനാമിയായി ഷാഫി അവിടെ ഇറക്കുകയാണ്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി മുഴുവൻ കൈവശപ്പെടുത്തേണ്ട അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നിർത്തേണ്ട ഒരു ബാധ്യത ഷാഫിക്കുണ്ട്. കാരണം ഷാഫി രാഷ്ട്രീയത്തിൽ വളരെ പോയിന്റഡ് ആയിട്ട് പോകുന്ന ഒരാളാണ്. വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട്, നിലപാടെന്ന് പറയാൻ കഴിയില്ല, ഷാഫിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഷാഫി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേതുമില്ല. ഷാഫിയുടെ പ്രവർത്തികളും അങ്ങനെയാണ്. ഒരു വിഭാഗക്കാരെയും വെറുപ്പിക്കാതെ, ഒരു വാക്കുപോലും തന്റെ വായിൽ നിന്ന് അനാവശ്യമായി വീഴാതെ, ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ വളരെ കൃത്യമായി ഒരു വഴി വെട്ടി തുറന്നുകൊണ്ടാണ് ഷാഫി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഷാഫിക്ക് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ എല്ലാവരെയും കൂടെ നിർത്തുക എന്ന തന്ത്രം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഷാഫിയുടെ ബിനാമിയായി ഒരാളെ അവിടെ ഇറക്കുന്നു. അവിടെ പല നേതാക്കന്മാരും വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല നേതാക്കന്മാരും ഉള്ളപ്പോൾ, സരിൻ അടക്കമുള്ളവർ, VT ബൽറാം അടക്കമുള്ളവർ, ഞാൻ മനസ്സിലാക്കുന്ന VT ബൽറാമിന് ചെറിയ അസ്വാരസ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെയാണ്. VTയെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊന്നും കണ്ടില്ല. മാത്രമല്ല ബാഗുമായി ബന്ധപ്പെട്ട ചില അവിടെ വന്ന പെട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ കാരണമാണോ എന്നറിയില്ല, അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ VTയിലേക്ക് പോലും വിരൽ ചൂണ്ടുന്നുണ്ട്. അത്തരമുള്ള പ്രശ്നങ്ങൾ പുറത്തു വരാൻ കാരണം VT ആണെന്ന തരത്തിലുള്ള ചില വാർത്തകൾ, ഇതിന് എനിക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ല, അതിൽ കൃത്യമാണോ എന്നും അറിയില്ല. പക്ഷെ അത്തരത്തിലുള്ള ചില വാർത്തകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, പലർക്കും അസ്വസ്ഥതയുണ്ട്. അവിടെ നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല ഷാഫി പത്തനംതിട്ടയിൽ നിന്നും അടൂരിൽ നിന്നും ഒരു ഷാഫിയുടെ സ്വന്തം ബിനാമിയെ അവിടേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും നമ്മൾ കാണുന്ന കാഴ്ച, നേരത്തെ രാഹുൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ രാഹുലിനെ പല ഘട്ടങ്ങളിലും പല ചാനൽ ചർച്ചകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. പാലക്കാടേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഷാഫി ആദ്യമായി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയപ്പോഴാണ് ആദ്യമായി ചന്ദനം അണിഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നത്. അതിന്റെ പിന്നാലെ സരിനും ചന്ദനം തൊടാൻ തുടങ്ങി. എന്നു മുതലാണ് CPMകാരൊക്കെ ചന്ദനം തൊട്ട് ഇങ്ങനെ പോകുന്നത്? ഒരു ക്ഷേത്രത്തിൽ പോയി ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പോലും ഒരു അവസ്ഥയില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ്. അവിടെ പോയാൽ കൈ തൊഴാൻ കഴിയില്ല, തൊഴുതാൽ അന്ന് പുറത്താണ്. അത്തരത്തിലുള്ള അവസ്ഥയുള്ളിടത്ത് സരിനും ചന്ദനം തൊട്ട് പതുക്കെ ഇറങ്ങി. കാരണം അവിടുത്തെ ഹിന്ദുക്കളെ കബളിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ കൊണ്ട് സാധിക്കുമോ എന്ന നോട്ടം തന്നെയായിരുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, നമുക്ക് ചന്ദനം തൊട്ടിറങ്ങി കൽപ്പാത്തിയിൽ തേര് വലിക്കാൻ പോയ രാഹുലിനെ നമുക്കറിയാം. അവിടുത്തെ ചെറിയ പെൺകുട്ടികൾ, 18ഉം 20ഉം വയസ്സുള്ള വിശ്വാസികളായ പെൺകുട്ടികൾ ചെരുപ്പ് ഇട്ടുകൊണ്ടല്ല തേര് വലിക്കേണ്ടതെന്നും നമുക്കറിയാം. ഈ തേര് വലിക്കുന്നതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. അവർ വ്രതമൊക്കെ നോക്കിയ ശേഷമാണ് അവിടെ തേര് വലിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് ആ തേരിന്റെ അടുത്തേക്ക് ചെന്ന് ചെരുപ്പിട്ടുകൊണ്ട് തേര് വലിക്കാൻ തുടങ്ങിയ ഈ കോൺഗ്രസുകാരെ ഒന്നടങ്കം വിമർശിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ അവിടെ കണ്ടതാണ്. അവർ വളരെ വ്യക്തമായി ചോദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഷാഫിയുടെ മതത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ കൂടി പരിഗണിക്കും ഷാഫി. പക്ഷെ അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിന് മതത്തിൽ പോലും വിശ്വാസമില്ല എന്നുള്ളതാണ്. ഇവിടെ കൽപ്പാത്തിയിലേക്ക് വരുമ്പോൾ ചന്ദനം തൊട്ട് കൽപ്പാത്തിയിൽ രഥം ധരിക്കാൻ വന്ന
രാഹുൽ മാങ്കൂട്ടം ശബരിമല വിഷയമുണ്ടായപ്പോൾ, പ്രത്യേകിച്ച് ശബരിമല പത്തനംതിട്ടക്കാരുടെ PC ജോർജ് അടക്കമുള്ളവർ രംഗത്ത് വരുമ്പോൾ, PC ജോർജ് ഒന്നും ഈ പാർട്ടിയിൽ പോലുമില്ല, BJPയിൽ പോലുമില്ല. പക്ഷേ ശബരിമലയിലെ ആ ഭാഗത്തെ ജനങ്ങൾ, മുസ്ലിങ്ങൾ അടക്കമുള്ളവർ, അവിടുത്തെ ഹിന്ദുക്കൾ അടക്കമുള്ളവർ, അവിടുത്തെ ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ ശബരിമലയ്ക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഒരക്ഷരം ഉരിയാടാതിരുന്ന ഒരാളാണ് രാഹുൽ. അതിൽ നിന്ന് തന്നെ രാഹുലിന്റെ വ്യാജനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇപ്പോൾ ഒരു CPM നേതാവ് ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു. ഇന്നലെ BJP നേതാവ് പറഞ്ഞു, ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ കൃത്യമായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നും മറ്റും വളരെ കൃത്യമായി വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം നടപടി എടുക്കാതിരുന്നെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. നേരെ മറിച്ച് അവിടെ വന്നിട്ട് അവിടേക്ക് എത്തുന്ന പാലക്കാടേക്ക് എത്തുമ്പോൾ പാലക്കാട് ഇടതു വലതു മുന്നണികൾ പരസ്പരം ചെളിവാരി എറിയുകയും BJPയെ അവിടെ വളരെ കൃത്യമായി തന്നെ വലിച്ചിഴക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് BJPക്ക് CPMുമായി ബന്ധമുണ്ടെന്നും കോൺഗ്രസുകാർക്കുമായി ബന്ധമുണ്ടെന്നും ഒക്കെ ഇരു പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും BJPക്ക് കേരളത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങളും നടത്തേണ്ട ആവശ്യമില്ല, അത്തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങളുടെ ഭാഗമാകേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2ാം സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് പാലക്കാട് എന്നുള്ളത് നമുക്കറിയാം. 2ാം സ്ഥാനത്താണ് BJP ഉള്ളത്. കഴിഞ്ഞ തവണ സഖ്യമുണ്ടായിരുന്നതും ശ്രീധരൻ എന്ന് പറയുന്ന പാലക്കാടിന് ഏറ്റവും ഗുണകരമാകുമായിരുന്ന, പാലക്കാടിന്റെ ഒരുപക്ഷെ പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാമായിരുന്ന ശ്രീധരനെ പോലെ പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള, നിരവധി പ്രോജക്ടുകൾ വളരെ സമയബന്ധിതമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന, പാലക്കാടിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ശ്രീധരനെ പോലുള്ള ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതും വലതും ഒരുമിച്ച് വോട്ട് ചെയ്ത ചരിത്രം നിങ്ങൾ മറന്നുകൂടാ. സത്യത്തിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്ത് ശ്രീധരനെ തോൽപ്പിച്ചതിലൂടെ പാലക്കാട് ജനങ്ങളെയാണ് CPM തോൽപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയെങ്കിലും ജനങ്ങൾ, ഇപ്പോ ഷാഫിയുടെ ബിനാമിയായി അവിടെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ത്രീവിരുദ്ധനായ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഞാൻ പറയും. കാരണം ഒരു സ്ത്രീ അവരുടെ പൊളിറ്റിക്കൽ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്താണ്? അവരുടെ പിതാവിനെ അന്വേഷിച്ചു പോവുകയായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കളരിയിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് കാര്യത്തിൽ അതുണ്ടായോ? ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ അദ്ദേഹത്തിനെ, അതായത് കരുണാകരൻ, ആ കരുണാകരന്റെ മകളെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഒരു തുക്കട നേതാവ്, നമ്മൾ നോക്കിയാൽ കരുണാകരനെയോ അല്ലെങ്കിൽ കെ മുരളീധരനെയോ ഒക്കെ സംബന്ധിച്ച് നോക്കിയാൽ പാർട്ടിയിലെ ഒരു തുക്കട നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലൊരു തുക്കട നേതാവിന് പോലും ധൈര്യമുണ്ടായി അവിടെ പ്രതികരിക്കാൻ കെ മുരളീധരന് സാധിച്ചില്ല. അത് കെ മുരളീധരന്റെ ഉള്ളിലെ സ്വന്തം അമ്മയെ കുറിച്ച് പറയുമ്പോൾ പോലും പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്നലെ വന്ന് തോളോട് തോൾ ചേർന്ന് കൈയിട്ട് അവിടെ ചില തരത്തിലുള്ള ചില പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ ആത്മാഭിമാനം എന്നൊന്ന് കെ മുരളീധരൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം അവിടെ പങ്കെടുക്കില്ല. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പോ ആത്മാഭിമാനവും അതുപോലെ തന്നെ സ്വന്തം സെൽഫ് റെസ്പെക്റ്റും എന്നതിലുപരി ക്രെഡിബിലിറ്റിയിലും ഒക്കെ ഉപരി ഇപ്പോൾ ചിലർക്കൊക്കെയെങ്കിലും രാഷ്ട്രീയത്തിൽ ആമാശയ രാഷ്ട്രീയമാണ്. ആശയത്തെ പേറുന്നവരല്ല പലരും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. സ്വന്തം മാതാവിനെ ഒരു മക്കളും, എനിക്ക് തോന്നുന്നില്ല ഒരു മക്കളും ഇത്തരത്തിൽ, ഞാൻ ക്ഷമിക്കില്ല, എന്റെ അമ്മയെ പറഞ്ഞ അല്ലെങ്കിൽ എന്റെ അച്ഛനെ പറഞ്ഞ എന്റെ മാതാപിതാക്കളെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തോന്നിവാസം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോടും ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. അതെന്റെ ആത്മാഭിമാന ബോധം കൊണ്ടുകൂടിയാണ്. അപ്പോ അങ്ങനെ പറഞ്ഞ ഒരാളെ വീണ്ടും അയാൾക്ക് വേണ്ടി അവിടെ പ്രചരണത്തിനെത്തി സ്വന്തം സഹോദരിയെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കെ മുരളീധരൻ പോലും മാറി. എന്നിട്ടും ആ കെ മുരളീധരനെ കണ്ടാൽ തികയില്ല എന്നൊക്കെയാണ് പറയുന്നത്. കെ മുരളീധരനെ കണ്ടാൽ ഇപ്പോ തികയാത്തവർ പണ്ട് കെ മുരളീധരനെ മാധ്യമപ്രവർത്തകരടക്കം ഓടിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും. കെ മുരളീധരൻ ഇപ്പൊ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്, പല കാര്യങ്ങളും പറയാതെ വളരെ റിസ്ട്രിക്റ്റഡായി സംസാരിക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് പുറത്തു വരാത്തതെന്ന് തോന്നുന്നു. പണ്ടൊക്കെ കെ മുരളീധരൻ വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പോലും ഉണ്ടായിരുന്നു. ഏതായാലും രാഷ്ട്രീയക്കാരെ അത്തരത്തിൽ ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് കേരളത്തിലെ സാമാന്യ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിൽ വന്നുകൊണ്ട് പറയുന്ന, ക്രെഡിബിലിറ്റി ഇല്ലാതെ പറയുന്ന വാക്കുകൾക്കപ്പുറം പാലക്കാട് വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന, പാലക്കാട് നിങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ആളായിരിക്കണം വിജയിക്കേണ്ടത്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ 20 വർഷമായി പൊതുപ്രവർത്തനത്തിൽ അവിടുത്തെ നഗരസഭയോടൊപ്പമുള്ള, നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പമുള്ള കൃഷ്ണകുമാർ അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പലരും പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു. ചാനൽ ചർച്ചയിലൂടെ കണ്ടവരോ മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനം എന്ന് കളിയാക്കി പറഞ്ഞതായെങ്കിലും മറ്റേതെങ്കിലും ജില്ലയിൽ നിന്നുള്ളവരോ ഒക്കെ മത്സരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും ഭാഗത്തു നിന്നുള്ളവരൊക്കെ മത്സരിക്കണം, എങ്കിലേ മത്സര സാധ്യത ഉണ്ടാകൂ എന്ന് പറയുന്നതിനപ്പുറം
നിങ്ങൾക്ക് വേണ്ടത് സെലിബ്രിറ്റികളെ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് മത്സരിച്ച് വിജയിച്ചു പോയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന, നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു MLA-യുടെ വീട്, അത്തരത്തിൽ നിങ്ങൾക്ക് ആക്സസബിൾ ആയ ഒരാളായിരിക്കണം ഒരു MLA ആയി തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇവിടെ കൃഷ്ണകുമാർ അത്തരത്തിൽ യോഗ്യനായ ഒരാൾ തന്നെയാണ്. അതുമാത്രമല്ല, ഏറ്റവും വർഗീയമായ രീതിയിൽ ജനങ്ങളെ വേർതിരിക്കുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം പോയി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ ഇവരാരും ഇടപെടുന്നത് യഥാർത്ഥത്തിൽ അവർക്കുള്ള ആത്മാർത്ഥത കൊണ്ടല്ല. നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് വഖഫുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് പറയുന്നത്. ഏത് തരത്തിലാണ് വഖഫുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്കോ ആർക്കെങ്കിലുമോ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെടാൻ കഴിയുക? ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായും അതിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമനിർമ്മാണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിയമനിർമ്മാണം നടത്തിയെങ്കിൽ മാത്രമേ, അതിന് സാധ്യത ഉണ്ടാകുമെങ്കിൽ മാത്രമേ, അത്തരത്തിലൊരു സാധ്യത ഉണ്ടായെങ്കിൽ മാത്രമേ അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. ഇവിടെ ജനങ്ങളെ, അതായത് ജനങ്ങളെ പ്രീണിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചു പോയത്. വളരെ അത്യാവശ്യം വേണ്ട ഒരു മെസ്സേജ് ആയിരുന്നതുകൊണ്ട്. ജനങ്ങളെ വോട്ടിന് വേണ്ടി മാത്രം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കാരണവശാലും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അത്തരത്തിലുള്ളവരെ നിങ്ങൾ ഒരിക്കലും വിജയിപ്പിക്കരുത്. ഇവിടെ ഇരു മുന്നണികളും ചെയ്യുന്നത് അത്തരത്തിലുള്ള ശ്രമമാണ്. അതും പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കുഞ്ഞാലിക്കുട്ടി അവിടേക്ക് മുനമ്പത്തേക്ക് പോയത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നാടകമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പത്രത്തിലെ പരസ്യം കൊടുക്കും. അതുപോലെ തന്നെ പാണക്കാട്ടേക്കുള്ള കോൺഗ്രസുകാരനായാൽ ഉടൻ പാണക്കാട്ടേക്ക് പോകണമെന്നുള്ള അത്തരത്തിലുള്ള നിലപാടും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഏകീകൃത രൂപമുള്ള വോട്ട് ബാങ്കുകളെ, ആ വോട്ട് ബാങ്കുകളെ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. ഇനിയെങ്കിലും നമ്മളെപ്പോഴും എല്ലാവരും, കേരളത്തിലെല്ലാവരും പറയും നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ്, വിവരമുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ നോക്കിക്കൊണ്ട് പറയും UP അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരാണ് എന്നുള്ളത്. അത്തരത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷെ രാഷ്ട്രീയ രംഗത്തെ ഓരോ ചലനങ്ങളും മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കുമ്പോഴും എന്നും ഇടതും വലതും എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുന്ന കള്ളത്തരങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഒരു തലച്ചോറിൽ ഒരു ചിന്ത പോലും ഇല്ലാതെ എന്താണ് ഇവർ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇടതിന്റെയും വലതിന്റെയും ഒക്കെ കാപട്യം ഒന്ന് മനസ്സിലാക്കി നോക്കണം. ആ കാപട്യം വർഗീയത എന്ന ഒറ്റ പേര് പറയും. ഇവിടെ എന്താണ് പറഞ്ഞ, മുനമ്പത്ത് പോയത് വർഗീയത സൃഷ്ടിക്കാതിരിക്കാനാണ് എന്ന്. ഇവിടെ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള വർഗീയതയുമില്ല. ആ വിഷയത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു നിയമമാണ്. ആ നിയമഭേദഗതി കൊണ്ട് 3 വിഭാഗത്തിനും ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി അവർക്ക് ജീവിക്കേണ്ട അവർക്ക് ഒന്ന് കയറിക്കിടക്കാനുള്ള അവരുടെ മണ്ണ് പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. അവിടെ ഒരു വർഗീയതയുമില്ല, ഒന്നുമില്ല. ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് അവിടെ വിജയിക്കേണ്ടത്. കഴിഞ്ഞ 40 ദിവസത്തെ സമരത്തിനിടയിൽ 40ാമത്തെ ദിവസം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവിടെ എത്തി ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടുത്തെ സാമാന്യ ജനത്തിന് വേണം. ഒരു തരത്തിലും പരിഹരിക്കാൻ കഴിയുന്ന, ഇവരെ കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല വഖഫുമായി ബന്ധപ്പെട്ടുള്ളത്. നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ കേന്ദ്ര സർക്കാർ നിയമം നിർമ്മിച്ചുകൊണ്ട് ഒരു വലിയ നിയമനിർമ്മാണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായി ഇവരുടെ വാദഗതികൾ അംഗീകരിക്കുകയോ ഇവർ പറയുന്നത് കേട്ടുകൊണ്ടതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ളത് മുനമ്പത്തുകാർ സമരം പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്യാവശ്യം ബോധവും വിവരവും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് പിൻവലിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും, നേരത്തെ ഞാൻ മനസ്സിലാക്കിയത് ഇതിന് പകരം ഭൂമി സർക്കാർ എവിടെയെങ്കിലും കണ്ടെത്തി കൊടുക്കണമെന്നൊക്കെ ആണ്. അവർ വിറ്റ വഖഫിന്റേതായിരുന്ന വസ്തു വിറ്റ് ഇവർ വാങ്ങിയതാണ്. അപ്പോഴും വഖഫ് ബോർഡിന് ലാഭമാണ്. പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട സ്ഥലം വരെ നൽകണമെന്നായിരുന്നു ഇടയ്ക്ക് ഒരു ഡീൽ ഉണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോൾ പ്രകൃതി ദുരന്തത്തിന് വരെ ആ ദുരന്തത്തിൽ വരെ നഷ്ടപ്പെട്ട ഭൂമി കിട്ടണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ വാദം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഇതിൽ ഇവരുടെ ഇരട്ടത്താപ്പ്, ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. സ്ത്രീവിരുദ്ധനെ വേണോ, നിങ്ങളെ വിട്ടിട്ട് പോയ നിങ്ങളുടെ MP കൊണ്ടുവന്ന നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ MLA ആയിരുന്ന ആൾ പോയി MP ആയി ഇപ്പോൾ അയാൾ കൊണ്ടുവന്ന ബിനാമിയെ വേണോ,
അതും ഏറ്റവും സ്ത്രീവിരുദ്ധനായ ബിനാമിയെ വേണോ? നിങ്ങളുടെ എല്ലാ വികസനത്തിനും തുരങ്കം വെച്ച മെട്രോമാൻ ഇ ശ്രീധരനെ പോലും തോൽപ്പിച്ച പാലക്കാട് ജനങ്ങളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തള്ളിവിട്ട ഇടതുപക്ഷത്തെ വേണോ എന്ന് ഓപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം കൂടിയാണ്. മാത്രമല്ല, ഒരു രാത്രി വെളുത്തപ്പോൾ ഒരു കോൺഗ്രസുകാരൻ സഖാവായതാണ്. ഇത്തരത്തിലൊരു രാത്രി വെളുക്കുമ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയം മാറി വരുന്നവരെ ആദർശത്തിന്റെ പേരിൽ ആദർശം കൊണ്ടാണ് ആദർശം ഉപേക്ഷിച്ചിട്ടാണ് എന്ന് പറഞ്ഞു വന്നാലും എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഒരു ആദർശത്തിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക? അത്തരത്തിലുള്ള അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൽ നിന്നൊക്കെ കൃത്യമായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാരണവശാലും അവർ ആദർശത്തിന് വേണ്ടിയല്ല വന്നത്, ആമാശയത്തിന് വേണ്ടിയും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം കഴിഞ്ഞ 20 വർഷമായി പാലക്കാട് നിങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി, നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ കൌൺസിലർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായി അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. BJP ഒരു കാലത്തും ജയിക്കുമെന്ന് പോലും പ്രതീക്ഷ വെക്കാത്ത കാലത്ത് ആ കാലം മുതൽ അവിടെ കൌൺസിലറായി വിജയിച്ചു വന്ന അത്രയേറെ ജനസമ്മതനായ കൃഷ്ണകുമാർ ഇത്തവണ ജയിക്കേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഷയങ്ങളും മറന്ന് പാലക്കാട് ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യണം, കൃഷ്ണകുമാറിന് തന്നെ വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ കുറച്ചു പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും, ഞാൻ എന്റെ കരിയറിന്റെ 2ാം ഘട്ടം, അതായത് ഞാനൊരു പത്രത്തിലായിരുന്നു, പത്രത്തിൽ നിന്നും ചാനലിലേക്ക് വിഷ്വൽ മീഡിയയിലേക്ക് മാറിയിട്ട് ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്ക് പാലക്കാടായിരുന്നു. പാലക്കാട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാലക്കാടും തൃശ്ശൂരും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഞാൻ പാലക്കാടേക്ക് എത്തിയേനെ. അപ്പോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില സുഖമില്ലായ്മയും പനിയും ഒക്കെ സുഖമില്ലാതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പാലക്കാടേക്ക് നേരിട്ട് എത്തിയേനെ. എനിക്ക് പാലക്കാട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. പാലക്കാട് ജനങ്ങളും ഏറ്റവും നല്ലവരായ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. നിങ്ങളെ ഇനിയെങ്കിലും ആരെങ്കിലും പറ്റിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് നാളെ എല്ലാവരും പോയി കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യുക, കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുക. ഈ വ്യാജന്മാരെ എല്ലാം ഇത്തവണ അവിടെ നിന്ന് ഓടിക്കണം. കേരളത്തിലെ ജനങ്ങളുടെ ശക്തി അറിയാനുള്ള, അതായത് ഈ വ്യാജ പ്രചരണങ്ങളിൽ നിന്നും ഒക്കെ കൃത്യമായ നിലപാടിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകുന്നു എന്ന് അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ പ്രീണനത്തിനിരയായി പൊക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യാജ പ്രചരണങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കില്ല. രാഷ്ട്രീയപരമായി ഏറെ ബുദ്ധിയും രാഷ്ട്രീയപരമായി ഏറെ ശ്രദ്ധയും ചിന്തയും ഒക്കെ ഉള്ളവരാണ് നമ്മളന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രണ്ടുപേരും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സംഘപരിവാറിൽ നിന്ന് ഒരാൾ പോകുന്നു എന്ന് കേട്ടപ്പോൾ ചാടി വീണ് 2 പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂട്ടുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയപ്പോൾ ഒരാൾക്ക് കിട്ടാത്തതിന്റെ അസ്വസ്ഥതകളാണ് ഇപ്പോൾ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ തമ്മിൽ നടത്തിക്കോട്ടെ. എന്തായാലും BJP അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ പ്രവർത്തകരും അവിടെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ നിൽക്കുന്നത് ഒരു ആദർശത്തിന് വേണ്ടിയാണ്, ഒരു ആശയത്തിന് വേണ്ടിയാണ്. ആ ആശയത്തിൽ വ്യക്തികൾക്കോ ഒന്നും തന്നെ പ്രാധാന്യമില്ല. അവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ശത്രുതയുള്ള ഒരാൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ പോലും ഞാൻ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതെന്റെ ആദർശമാണ്. എന്റെ നാട്ടിൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഞങ്ങളെ ഏറെ ദ്രോഹിച്ച ഒരു ഫാമിലി, ആ ഫാമിലിയിലെ ഒരാൾ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പോലും എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അയാളുടെ പേരിന് ചെയ്തില്ലെങ്കിലും താമരയിൽ കുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആദർശമാണ് നമുക്ക് ഏറ്റവും വലുത്. ബാക്കിയുള്ള വ്യക്തിവൈരാഗ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരു ആശയത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് വോട്ട് കൃത്യമായി എല്ലാവരും ചെയ്യുക. അത് BJPക്ക് തന്നെ ചെയ്യുക. നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ജനപ്രതിനിധി കൃഷ്ണകുമാറിന് തന്നെ വോട്ട് ചെയ്ത് എല്ലാവരും വിജയിപ്പിക്കണം. ഇത്തവണയെങ്കിലും ജനങ്ങളുടെ ശക്തി, ജനങ്ങളുടെ ബോധ്യം അത് മനസ്സിലാക്കി കൊടുത്ത് ഇരു മുന്നണികളെയും അത് അറിയിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ വികസനമാണ്, നിങ്ങളുടെ നാടിന്റെ വികസനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൃഷ്ണകുമാറിന് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അപ്പൊ ശരി, കാണാം. അടുത്ത വിഷയവുമായി വരാം.